ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ബിഗ് ബോസ്. എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരു വശത്ത് മലയാളം അറിയാത്ത കൊച്ചു മലയാളം അറിയുന്ന നോർത്ത് നിന്ന് ഇറക്കിയിട്ടുള്ള ആളുകളുടെ ബഹളം. മലയാളീസിനെ കിട്ടാഞ്ഞിട്ടും വിളിച്ചിട്ട് പോകാഞ്ഞിട്ടും കാണുന്നു തോന്നുന്നു. മറ്റൊരു വശത്ത് ജാസ്മിന്റെയും ഗബ്രിയുടെയും അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസ്. അങ്ങനെ നമ്മൾ ബിഗ് ബോസ് ചരിത്രത്തിൽ നിന്ന് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി സീസണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിൽ നടക്കുന്ന പല സംഭവങ്ങളും പല ആളുകളും പുറത്തുനിന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഈ സ്റ്റൗവിന് തീയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ വീട് മൊത്തം കത്തിപ്പിടിക്കില്ലേ? എനിക്ക് ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എനിക്ക് പുറത്തുപോയി ജീവിക്കണ്ടേ? രതീഷ്, നിങ്ങളുടെ നാടകം ഇവിടെ ആവശ്യമില്ല. ഓക്കെ ബിഗ് ബോസ്, ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് ക്വിറ്റ് ചെയ്യാൻ. ഓക്കെ ബൈ. എനിക്ക് ചക്കയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്. സംഭവം രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഒരുപാട് ആളുകളെ വെറുപ്പിച്ച് ഒരു ആഴ്ച കൊണ്ട് വെറുപ്പിച്ച് കൈ കൊടുത്തിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരെ പോകുമ്പോൾ പല ആളുകൾക്ക് സങ്കടമായിട്ടുണ്ട്. പുറത്തുള്ള ഓഡിയൻസിന്റെ റിയാക്ഷനോ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ബാക്കി I am the strong contestant Big Boss. Your selection is the best. 7000 സ്ക്വയർ ഫീറ്റിന്റെ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. എൻ്റെ വീട്ടിൽ പെട്ടിനായിട്ട് ആനയാണ് ഞാൻ വളർത്തുന്നത്. ഞാൻ രാവിലെ എണീറ്റാൽ എൻ്റെ കാലിൽ ചെരുപ്പിട്ട് എന്നവരെ എൻ്റെ സെർവൻസ് ആണ്. ഒരു സെക്കൻഡ്, ഇന്നിവിടെ ചായ ഉണ്ടാക്കിയാരാ? ഭയങ്കര മോശമായിരുന്നു. നാളെ പോലെ നല്ല ചായ തന്നേക്കണം. എനിക്കെല്ലാവരും എൻ്റെ പേര് കയറണം. ഐ വാണ്ട്. ബിഗ് ബോസ് എന്നെ ഫിസിക്കൽ അലേർട്ട് ചെയ്തു. ഇവനെതിരെ നടപടി എടുക്കണം. എന്നെ ഫിസിക്കൽ അലേർട്ട് ചെയ്തു ബിഗ് ബോസ്. മൂർഖന്റെ പേരെന്താ? ചേച്ചി രതീഷ് മൂർഖന്റെ പേര് ചോദിച്ചത്. കാലനും പഴനും മനസ്സിലാവുന്നുണ്ടോ? 4-ാം ദിവസം പുലർച്ചെ 3:05. പോവണ്ട, ഞാൻ പോട്ടെ. ഓക്കെ, ഏകദേശം ഫസ്റ്റ് വീക്കിലുള്ള സംഭവങ്ങൾ വെറും 10-50 സെക്കൻഡിൽ ഒതുക്കിയിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം 10 ദിവസത്തോളമായല്ലോ. 10 ദിവസം ആയിട്ട് ഓഡിയൻസിന് പേരറിയാത്ത ആളുകൾ വരെ ഉണ്ട്. ഈ സാധനത്തിന് നമ്മൾ നോക്കണം. അല്ലാതെ പെട്ടെന്ന് ഫേസ് കണ്ടാൽ മനസ്സിലാവാത്ത ആളുകൾ, കാരണം ആക്റ്റീവ് അല്ലാത്ത കുറച്ച് ആളുകൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്തായാലും ബാക്കി കഥ സൊല്ലപ്പോറെ റോക്കി എന്നാണ് എന്റെ പേര്. ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്ക് ഡേവിഡ്സൺ, ഹയാബൂസ, ജിപ്സി, അങ്ങനെ 4 ബൈക്ക് എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഇഷ്ടമുള്ള ഡ്രസ്സിന് ഇഷ്ടമുള്ള വണ്ടി എടുത്തിട്ട് പോകും. ഞാൻ ഭയങ്കരമായിട്ടുള്ള ലക്ഷറിയിൽ ജീവിച്ചിട്ടുള്ള ഒരാളുമാണ്. എൻ്റെ വീട്ടിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. എൻ്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. എൻ്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ്. എനിക്കൊരു സെപ്പറേറ്റ് ഒരു സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടേക്കുന്ന ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഒരു 7000-8000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ പേരാണ് റോക്കി മാൻഷൻ. ഫുള്ള് ഗ്ലാസ് ഇട്ടുള്ള റോക്കി മാൻഷനിലാണ് ഞാൻ വരുന്നത്. എനിക്ക് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ജ്യൂസ് ഒരു 5-6 ജ്യൂസാണ് ഉദ്ദേശിച്ചത്. നോർമൽ ജ്യൂസ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാട്ടർമെലോൺ, ഓറഞ്ച് ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്. അതാണ് എന്ത് ഊക്കുന്നതിനൊക്കെ ഒരു പരിധി ഇല്ലടേ. തലമുറകൾ കൊണ്ട് ജമ്മിയായിട്ടുള്ള ഫാമിലിയാണ് ആചാര ഫാമിലി. പറന്തോട് എല്ലാ സീസണിലും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വേണമല്ലോ, എന്നാലല്ലേ ഒരു ത്രില്ലുണ്ടാവും. വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കണേ, നോർമൽ ഗെയിം കളിച്ച് പോകുന്നത്, അതൊരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ ക്യാരക്ടറായിട്ട് ഓരോ ആളുകൾ വരണം. പിന്നെ 24/7 അതിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ അടുത്തുനിന്നും ഓഡിയൻസിൻ്റെ അടുത്തുനിന്നും ഊക്ക് മേടിക്കാൻ വേണ്ടി ജാസ്മിനെയും ഗബ്രിനെയും പോലെ ഒരാൾ വേണം, ഒരു ടീം വേണം. ഓക്കെ, നെക്സ്റ്റ്. സമയം രാവിലെ 8 മണി. ഷൈൻ ഡാൻസ് ചെയ്യാൻ പോവുക. നിനക്കൊക്കെ എന്തെങ്കിലും കഴിവുണ്ടോടാ? നിനക്കൊക്കെ 4 ആള് വോട്ട് ചെയ്യോടാ നാറി. എന്റെ മൈക്കേലം കാണാൻ തൊട്ടാ നിന്നെ ഞാൻ തുപ്പും. ശ്രീ പിണറായി വിജയൻ ടാസ്ക് ഗംഭീരമായി പൂർത്തീകരിച്ചു. അങ്ങനത്തെ കമന്റ് ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി. കുട്ടിയോട് എനിക്ക് ക്രഷാണ്. 1.5 മണിക്കൂറായി തുടങ്ങിയിട്ട്. വൺ സൈഡ് ലവ് പെയിൻഫുൾ ആണ്. ഷൈൻ മൈക്ക് നേരെ ധരിക്കുക. ശേഷം ലാലേട്ടൻ അവതരിപ്പിക്കുന്ന പരിപാടിയാണല്ലോ ബിഗ് ബോസ്. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്താൽ ഞാനാകും ബിഗ് ബോസ് സ്റ്റാർ. എന്റെ പൊന്നുമാവ, എന്റെ പ്രാണനാഥ. തൊപ്പി വെച്ചാ കുണുമാവയാവോ അതല്ലേ? ഇല്ലല്ലോ, പിന്നെന്തിനാ പാടുന്നേ? ഇനി പാടിയാ ഞാൻ തുപ്പും. ശ്രീ പിണറായി വിജയൻ കലവറയെന്ന് അവലോസുപടി കൈയിട്ട് വാരിയെന്ന് കേട്ടു. ഈ കൈകൾ ശുദ്ധമാണ്. സംശയമുണ്ടെങ്കിൽ പരിശോധിക്കാം. ക്യാമറയിൽ തെളിവ് കിട്ടിയിട്ടുണ്ട്. ആരവിടെ? ഈ പരിപാടി ബഹിഷ്കരിച്ചേക്കും. അത് കൊള്ളാട്ടോ, എന്റർടൈൻമെന്റ് ഉണ്ട്.
ഓക്കെ നെക്സ്റ്റ്. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും എന്റെ വീട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എന്റെ ബെഡ്റൂം 1200 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂമാണ്. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്. എന്റെ ബാത്റൂം 700 സ്ക്വയർ ഫീറ്റ് ബാത്റൂമാണ്. എന്റെ വീട്ടില് ഞാൻ ജനിക്കുമ്പോഴേ TV, ECP, വാഷിംഗ് മെഷീൻ, വാക്ക്മാൻ സെറ്റ്, ചെറിയ ഹോൾസെയിൽ, ഫോറൻ സ്പ്രേ, നിഡോ, ടാങ്ക്. ആഞ്ജനേയ സ്വാമി. ഞാനൊരു 10 കോടി രൂപയെങ്കിലും മുടക്കിയാണ് പഠിച്ചത്. അതിച്ചിരി കൂടുതലല്ലേ? ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോഴത്തേക്കും എനിക്ക് ഹാർലി ഡേവിഡ്സൺ, ഹയാബൂസ, BMW, ജിപ്സി, അങ്ങനെ ഒരു 5 കാറ്, 4 ബൈക്ക്. എന്റെ സ്റ്റോറിയിൽ ഒരു തരി മണ്ണോ ഒരു തരി കള്ളമോ ഇടത്തില്ല. വെറുതെ എന്തിനാണോ എക്സ്പ്രഷൻ ഇട്ട് ചാവണം. സംഭവം രതീഷ് അണ്ണൻ ഒരു കോമഡി ആയിരുന്നു കേട്ടോ. ഓരോ സമയത്തിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ പോകേണ്ടി വന്നു. ഞാൻ പോട്ടെ ബിഗ് ബോസിനകത്ത്. അതെ അതെ, ഇതിപ്പോ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഷോ കാണിക്കാൻ വേണ്ടി മാത്രം വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇപ്പം 1 മണിക്കൂർ വീതം ഇങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്തുമാതിരി ട്രോളാണ് വരുന്നതെന്ന് അറിയോ? ഞാൻ കണ്ടെടുത്തോളം പല സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കട്ടിങ്സ് അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ കുറെ ആളുകൾ ഉണ്ടാകുമല്ലോ. ഈ ബിഗ് ബോസിന്റെ ദിവസം 4 വീതം ഇങ്ങനെ എപ്പിസോഡ് ഇങ്ങനെ ഈ യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ടീംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെ ഈ കമന്റ് ബോക്സും അതും ഇതൊക്കെ കണ്ടിട്ട് ഈ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ ഇന്നേ വരെ ഒരു സപ്പോർട്ട് 10 ദിവസമായിട്ട് ഒരു സപ്പോർട്ട് ഇവന്മാർക്ക് ഈ ഗബ്രിക്കും ജാസ്മിനും കിട്ടി ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മാത്രം വെറുപ്പുണ്ടാകാൻ ഇവർക്ക് എന്തുള്ളത്? ഇതിപ്പം ഇങ്ങനെ ഒരു സംഭവം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ, ആണോ? അല്ലല്ലോ, ആരും ഒരാളുണ്ടായിരുന്നില്ല. ആരൊക്കെ ഉണ്ട് എന്തോ. നെക്സ്റ്റ്. എനിക്ക് മലയാളത്തിൽ 36 അക്ഷരമേ ഉള്ളൂ. 36 എനക്കോ അത് ഞാൻ യൂസ് ചെയ്യില്ല. വാഴയ്ക്ക് നീ എന്താ പറയുന്നത്? വാഴയ്ക്ക് ജാസ്മിൻ എന്ന് പറയും. വാഴയ്ക്ക് ജാസ്മിൻ എന്ന് പറയും. സംഭവം 2 വീതം 3 നേരം ഇട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് റോക്കി ജാസ്മിനും ഗബ്രിക്കും ഇട്ടിട്ട്. പക്ഷേ പബ്ലിക് തിങ്ക് ചെയ്യാത്തൊരു സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ കണ്ടെടുത്തോളം പുള്ളിക്കാരൻ ഒരു ടെറർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഒരു ചിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നല്ലപോലെ സംസാരിക്കുന്നത് ഒരു 2-3 ക്ലിപ്പ് മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ടെററായിട്ടാണുള്ളത്. ഇവരുടെ അടുത്ത് മാത്രമല്ല പലരുടെ അടുത്തും ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. എന്താവോ എന്തോ അറിയില്ല. പക്ഷേ ജാസ്മിനും ഗബ്രിക്കും ഇട്ട് ഇടയ്ക്ക് 2 വീതം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഓക്കെ നെക്സ്റ്റ്. പുറത്തു പോയാൽ നിന്റെ കാലിൽ വീട് ഞാൻ ഉണ്ടാക്കിയ ഡയലോഗ് അടിക്കല്. തൃശ്ശൂർ നിന്റെ അച്ഛനാണോ? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഇമാതിരി സൗണ്ടും കൊണ്ട് വന്നിട്ട് ഇത്രയും ഡയലോഗ് അടിക്കുന്നതിന്റെ അടുത്ത് നിന്ന് കിട്ടിയാലുള്ള അവസ്ഥ. പിന്നെ കുരയ്ക്കുന്ന പട്ടി കടിക്കൂല എന്ന് ഒരു ചൊല്ല് വേറെ ഉണ്ട്. അത് വേറെ കാര്യം. എന്തായാലും വെടിനെടുത്ത് വെച്ച് കാണാം. നമുക്ക് എന്തായാലും ഈ സംഭവത്തിന്റെ റിവ്യൂ അറിയാനൊന്നും അറിയില്ല. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആയിട്ട് കുണയ്ക്കാന്നല്ലാണ്ട് നമുക്ക് ഇതിന്റെ വലിയ റിവ്യൂ അറിയാനൊന്നും അറിയില്ല. ഇത് കാലങ്ങളായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഫീൽഡിൽ, യൂട്യൂബിലൊക്കെ. അവർക്ക് തന്നെ പണി. നെക്സ്റ്റ്. ചേച്ചി ഞാൻ വാക്കരാം, ഇവനെ എനിക്കറിയില്ല. എനിക്ക് ഇവനോട് കാതൽ വന്നാൽ ചേച്ചി ഇതിനകത്തുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞിരിക്കും. ഇത് ജാസ്മിന്റെ വാക്ക, പബ്ലിക്കായി തന്നെ ഞാൻ പറയും. എനിക്കിപ്പോ ഇവനോട് ഒരു കാതലും ഇല്ല. ഇവ എന്റെ നല്ല ഫ്രണ്ടാണ്. ഇവനോട് എനിക്ക് ഇവർക്ക് ഇനി കാതലാണെങ്കിലും കാതലില്ലെങ്കിലും എനിക്ക് കാതലല്ല ജാസ്മിനെ നമ്പിക്കൂടാ കേട്ടോ, അത് വേറെ കാര്യം. ഞങ്ങക്ക് സ്പ്രേ അടിച്ചുവിടാം. ജാസ്മിനെ നമ്പുകയെ ചെയ്യരുത്. കാരണം ജാസ്മിൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു 100 വർഷം കഴിഞ്ഞ് പുള്ളിക്കാർ ഇവിടെ ഉണ്ടെങ്കിലും കുറച്ച് റീസൺസ് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഊക്ക് മേടിച്ചുകൊണ്ടിരിക്കും. ലൈഫ് ടൈം ഊക്ക് മേടിച്ചുകൊണ്ടിരിക്കാനുള്ള സംഭവങ്ങൾ അവൾ പറഞ്ഞു വെച്ചതുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആരും വലിയ സംഭവമാക്കി പറഞ്ഞ കാര്യങ്ങളൊന്നും അധികം അങ്ങോട്ട് ഏറ്റെടുക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും എന്റെ മാന്യത. നീ ചോദിച്ചു നിന്റെ സ്വഭാവം എനിക്കറിയാം. നീ പെണ്ണാണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നീ പെണ്ണായിട്ട് ഞാൻ മിണ്ടായിരിക്കുന്നത്.
അപ്പൊ പെണ്ണെന്ന് പറഞ്ഞാൽ കുറച്ചില്ല നിനക്ക്. എനിക്ക് പെണ്ണെന്ന് പറഞ്ഞാൽ കുറച്ചില്ല. ഇത് പെണ്ണ് കുറച്ചില്ല. പെണ്ണ് കുറച്ചില്ല. നിനക്ക് പെണ്ണെന്ന് പറഞ്ഞാൽ കുറച്ചില്ലാടി. നിനക്ക് പെണ്ണെന്ന് കുറച്ചില്ല. അയ്യോ നീ പെണ്ണാണെന്നല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ കുറച്ചില്ല. 1000 ജാസ്മിൻ ആരാ? അസി. അത്രേ കൊള്ളൂ. 1000 ജാസ്മിൻ ആര? അസി. അസി റോക്കി. 1000 കോയിക്ക് അരക്കാടാന്ന് പറഞ്ഞ സംഭവമല്ലേ ഇത്? ജാസ്മിൻ ഈ പ്രോഗ്രാമിൽ വന്നതിൽ വെറുപ്പുള്ളവർ ലൈക്ക് അടി 8300. ജാസ്മിൻ വെരി ഓവർ, ഇവളെ എടുത്ത് പുറത്തിടണം എന്നുള്ളവർ ലൈക്ക് ചെയ്യൂ 5200. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എന്താ റീസൺ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം ഇപ്പോൾ 10 ദിവസത്തോളമായിട്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐസ്ക്രീം എടുത്ത്, നുള്ളി, മാന്തി, കടിച്ച്, ബോളെടുത്ത്, ഇങ്ങനെ പല കേസുകളിലുമാണ് ഇവിടെ അടി ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയാണ് സംഭവം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ടിട്ടുള്ള ബിഗ് ബോസ് സീസണുകളും ഇതും വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ 10 ദിവസമായല്ലോ, ഇനി എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും അറിയില്ല. ഓക്കെ, നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ കാണാം. ബൈ.